എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ആധാർ കാർഡ് നമ്മുടെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ വോട്ടർ ഐ ഡി കാർഡുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാം എന്നുള്ളത് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. പക്ഷേ ചുരുക്കം ചില ആളുകളുണ്ടാവാം, ചിലർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ നമ്മുടെ മൊബൈൽ നമ്പർ നമ്മുടെ വോട്ടർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും വോട്ടർ ലിസ്റ്റിന്റെ ഗവൺമെന്റ് സൈറ്റിലേക്ക് ഈസി ആയിട്ട് ലോഗിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ വോട്ടർ കാർഡിലുള്ള എൻട്രീസിൽ എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ വീട് മാറി മറ്റേതെങ്കിലും സ്ഥലത്ത് പോയി താമസിക്കുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അഡ്രസ്സ് നമ്മുടെ വോട്ടർ കാർഡിൽ ചേഞ്ച് ചെയ്യണം. അത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വോട്ടർ കാർഡുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പർ എങ്ങനെ ലിങ്ക് ചെയ്യാം? അതല്ലെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ ഒരു മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ വോട്ടർ കാർഡുമായി. ആ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്ത് പുതിയൊരു മൊബൈൽ നമ്പർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. വോട്ടർ കാർഡുമായിട്ട് നമ്മുടെ മൊബൈൽ നമ്പറിനെ ലിങ്ക് ചെയ്യാൻ, അതല്ലെങ്കിൽ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുള്ള നമ്പറിനെ ചേഞ്ച് ചെയ്ത് പുതിയൊരു നമ്പറിനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇലക്ഷൻ കമ്മീഷന്റെ വോട്ടർ സർവീസ് പോർട്ടലിലേക്ക് പോകും. അതിനായിട്ട് നമ്മൾ voters.eci.gov.in എന്ന് പറയുന്ന സൈറ്റിലേക്ക് പോവുക. അതല്ലെങ്കിൽ നമ്മൾ ഗൂഗിളിൽ ECI സർവീസ് പോർട്ടൽ എന്ന് പറഞ്ഞ് കൊടുത്താലും മതി, നമുക്ക് ഈ സൈറ്റ് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ നോക്കുക, ഷിഫ്റ്റിംഗ് ഓഫ് റെസിഡൻസ്, അല്ലെങ്കിൽ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ യുവർ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോൾ, അതേപോലെ റീപ്ലേസ്മെന്റ് ഓഫ് എപ്പിക് കാർഡ്, അതായത് നമ്മുടെ വോട്ടർ ഐ ഡി കാർഡ് കേടാവുകയോ കളഞ്ഞു പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഇത് റീപ്ലേസ് ചെയ്ത് വരുത്താം. ഈ കാര്യങ്ങൾക്കായിട്ട് ഫിൽ ഫോം 18 എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾ ഇതുവരെ നിങ്ങളുടെ മൊബൈൽ നമ്പർ വോട്ടർ ഐ ഡി കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിൽ സൈൻ അപ്പ് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതല്ല, നിങ്ങൾ ഓൾറെഡി ലിങ്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ഒരു നമ്പർ, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ നമ്പർ മാറ്റിയതിന് ശേഷം നിങ്ങൾക്ക് പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ അതല്ലെങ്കിൽ എപ്പിക് കാർഡ് നമ്പറോ വോട്ടർ ഐ ഡി കാർഡ് നമ്പറോ കൊടുത്ത് നമുക്കിവിടെ സൈൻ ഇൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ എൻ്റെ പഴയ മൊബൈൽ നമ്പർ കൊടുക്കുന്നു. അതേപോലെ ഞാൻ രജിസ്റ്റർ ചെയ്തപ്പോൾ യൂസ് ചെയ്തിരുന്ന പാസ്വേഡ് കൊടുക്കുന്നു. അതിനുശേഷം ലാസ്റ്റ് ആയിട്ട് ഇവർ കൊടുത്തിരിക്കുന്ന ക്യാപ്ച അതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്യുന്നു. ടൈപ്പ് ചെയ്തതിനു ശേഷം റിക്വസ്റ്റ് OTP ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മുടെ പഴയ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വന്നിട്ടുണ്ടാവും. ആ OTP ഇവിടെ കൊടുത്ത് നമ്മൾ വെരിഫൈ ആൻഡ് ലോഗിനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഈ പോർട്ടലിൽ ലോഗിൻ ആയിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും ഫിൽ ഫോം 18 ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ആപ്ലിക്കേഷൻ ഈസ് ഫോർ സെൽഫ് ഓർ ഫോർ അതർ ഇലക്ടർ. എൻ്റെ ഇവിടെ സ്വന്തം ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഞാനിവിടെ സെൽഫിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ നമ്മുടെ എപ്പിക് കാർഡ് നമ്പർ കൊടുക്കുക, അതായത് വോട്ടർ ഐ ഡി കാർഡ് നമ്പർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, നമ്മുടെ വോട്ടർ കാർഡിലുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്ക്, ദിസ് ആപ്ലിക്കേഷൻ ഈസ് ഫോർ എന്ന് പറഞ്ഞ് കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇവിടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കറക്ഷൻ ഓഫ് എൻട്രീസ് ഇൻ എക്സിസ്റ്റിംഗ് ഇലക്ട്രൽ റോളിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓക്കെയിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കുക, പല സെക്ഷൻസ് ആയിട്ടാണ് ഈ ഫോം ഓപ്പൺ ആയിരിക്കുന്നത്. അതിൽ A സെക്ഷൻ എന്ന് പറയുന്നത് സെലക്ട് സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് എക്സെട്ര. അതിൽ നമുക്ക് ചേഞ്ചസ് ഒന്നും ചെയ്യാനില്ല. ഇവിടെ നമ്മളൊന്ന് സ്ക്രോൾ ചെയ്ത് C സെക്ഷനിലേക്ക് വരിക. ഇവിടെയാണ് നമ്മൾ എൻട്രീസിൽ ചേഞ്ചസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ C സെക്ഷനിലാണ് നിൽക്കുന്നത്. അതിൽ ചോദിക്കുന്ന ഐ സബ്മിറ്റ് ആപ്ലിക്കേഷൻ ഫോർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ നേരത്തെ ഈ ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ഇവിടെ വരെ വന്നത്. അതേപോലെ ഇവിടെ പറയുന്നുണ്ട് കോപ്പി ഓഫ് സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെന്ററി പ്രൂഫ് ഇൻ സപ്പോർട്ട് ഓഫ് ക്ലെയിം ടു ബി അറ്റാച്ച്ഡ്. അതായത് നമ്മൾ എന്ത് കാര്യമാണോ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്, വോട്ടർ ഐ ഡി കാർഡിന്റെ എന്ത് എൻട്രി ചേഞ്ച് ചെയ്യാനാണോ പറയുന്നത്, അതിന്റെ സെൽഫ് അറ്റസ്റ്റഡ് ഫോട്ടോ കോപ്പിയും കൂടെ നമ്മൾ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഈ കാര്യങ്ങളിൽ മൊബൈൽ നമ്പറാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അതിന് പ്രത്യേകിച്ച് പ്രൂഫ് ഒന്നും കൊടുക്കാനില്ലാത്തതുകൊണ്ട് നമുക്ക് അതിന് പ്രൂഫ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്യുന്നു. മൊബൈൽ നമ്പറിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ തന്നെ താഴെ നോക്കുക, പുതിയ മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണോ പുതിയ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ മൊബൈൽ നമ്പർ ഇവിടെ നമ്മൾ കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ D സെക്ഷനിലെത്തി. ഇത് ഡിക്ലറേഷൻ ആണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് നമ്മൾ ഈ മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അറിവിനനുസരിച്ച് സത്യമാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്. ഇവിടെ ഡേറ്റ് ബൈ ഡിഫോൾട്ട് വന്നിട്ടുണ്ട്. പ്ലേസ് മാത്രം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മൾ നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ സെക്ഷൻ സബ്മിഷൻ സെക്ഷൻ, അതായത് ഇതാണ് ലാസ്റ്റ് സെക്ഷൻ. ഇവിടെ ഒരു ക്യാപ്ച കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ച നമ്മൾ അതുപോലെ എൻട്രി ചെയ്ത് കൊടുക്കുന്നു. കൊടുത്തതിന് ശേഷം ഇവിടെ നോക്കുക, സെൻഡ് OTP എന്ന് പറഞ്ഞ് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെൻഡ് OTP ക്ലിക്ക് ചെയ്യുന്നു. OTP കൊടുത്തതിന് ശേഷം പ്രിവ്യൂ ആൻഡ് സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നോക്കുക, നമ്മൾ കൊടുത്ത ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്ത രീതിയിൽ നമ്മുടെ മുന്നിലുണ്ട്. അത് കംപ്ലീറ്റ് ഒന്ന് നോക്കിയതിന് ശേഷം ലാസ്റ്റിൽ വരിക. ലാസ്റ്റിൽ സ്ക്രോൾ ചെയ്ത് വന്നതിന് ശേഷം സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ചോദിക്കുന്നുണ്ട് ആർ യു ഷുവർ യു വാണ്ട് ടു സബ്മിറ്റ് ദിസ് ഫോം. അപ്പോൾ നമ്മൾ ഷുവർ ആണെന്നുണ്ടെങ്കിൽ യെസിൽ ക്ലിക്ക് ചെയ്യുക. യെസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നോക്കുക, യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി ആൻഡ് ജനറേറ്റഡ് റെഫറൻസ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഒരു റെഫറൻസ് നമ്പർ അവർ തന്നിട്ടുണ്ട്. ഈ റെഫറൻസ് നമ്പർ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോപ്പി ചെയ്ത് വെക്കാം. പിന്നീട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന അപ്ഡേറ്റ് ആയിട്ടുണ്ടോ ഇല്ലെന്ന്. ഇവിടെ നമ്മൾ മൊബൈൽ നമ്പറാണ് വോട്ടർ ഐ ഡി കാർഡിൽ അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല നമ്മുടെ പുതിയ മൊബൈലിലേക്ക് വന്ന OTP യൂസ് ചെയ്താണ് നമ്മളിത് അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത്.
അതുകൊണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നത് പോലെ ഇത് അപ്ഡേറ്റ് ആവാൻ വളരെ സമയമൊന്നും എടുക്കത്തില്ല. ഇത് നമ്മൾ OTP കൊടുത്താൽ ഉടൻ തന്നെ നമ്മുടെ വോട്ടർ ഡേറ്റാബേസിൽ ഇത് നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ആവുന്നതാണ്. ഇത് അപ്ഡേറ്റ് ആയോ ഇല്ലയോ എന്നുകൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നമ്മൾ ആ സൈറ്റിലേക്ക് വീണ്ടും വരുന്നു. ഈ സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഇതിനെ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഡൗൺലോഡ് ഈ എപ്പിക് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ നോക്കുക എൻ്റർ എപ്പിക് നമ്പർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ വോട്ടർ ID കാർഡ് നമ്പർ എൻ്റർ ചെയ്യുന്നു. എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ താഴെ സെലക്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തിട്ട് നമ്മൾ സെർച്ചിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ നോക്കുക താഴെയായിട്ട് നമ്മുടെ വോട്ടർ ID കാർഡിലെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ലാസ്റ്റിലായിട്ട് നോക്കുക മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട്. മൊബൈൽ നമ്പറിന്റെ ലാസ്റ്റ് 3 ഡിജിറ്റ്സ് നോക്കിയാൽ നമ്മളിപ്പോൾ കൊടുത്ത പുതിയ നമ്പറിന്റെ 3 ഡിജിറ്റ്സ് ആണ് അവിടെ കാണിക്കുന്നത്. അതായത് നമ്മൾ കൊടുത്ത പുതിയ നമ്പർ ഓൾറെഡി വോട്ടർ ലിസ്റ്റിൽ അപ്ഡേറ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വോട്ടർ കാർഡിലും നമുക്ക് നമ്മുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.